സമയത്ത് അളിയനെ സ്വീകരിക്കാൻ പെണ്ണിന്റെ ആങ്ങളെ വന്നു. ഞാൻ പേടിച്ചു പോയി. മിക്കവാറും അവന്റെ അപ്പ ഊരി പോകുന്ന എനിക്ക് തോന്നുന്നു. ഇന്ന് കുട്ടികൾ ബൈക്കിന്റെ പുറകിൽ ഈ കുട്ടികളിരുന്ന് പോയാൽ അതിന്റെ പുറകിൽ ഭാര്യാസമേതം കാറിൽ യാത്ര ചെയ്യാൻ കഴിയില്ല. കാരണം ബൈക്കിന്റെ പുറകിൽ നിൽക്കുന്ന ചെറുപ്പക്കാരുടെ വസ്ത്രം, അവന്റെ അടിവസ്ത്രം മേപ്പോട്ടാവുക, അവന്റെ പാന്റ് താഴെയൊക്കെ ടൈറ്റ് ആയി കിടക്കുന്ന ഒരു പാന്റ് ഇട്ടത് എങ്ങനെ കയറ്റിയിടുന്ന അറിഞ്ഞുകൂടാ. പ്ലംബർമാരും അതിന് PVC പൈപ്പ് ചൂടാക്കിയിട്ട് ആ സാധനം കയറ്റിയിടുക. എന്നിട്ട് ഇത് ആരുണ്ടാക്കിയ വസ്ത്രമാണ്? ചെറുപ്പക്കാരെ കുട്ടികളെ ഇല്ല, ഞാനിപ്പോ 10 പേരെ ഇതാരുണ്ടാക്കിയ വസ്ത്രമാ? ലണ്ടനിലെ ജയിലുകളിൽ സ്വർഗരതിക്കാരായ ചെറുപ്പക്കാർ സ്വർഗരതിക്കാരാണ് എന്ന അടയാളത്തിൽ ധരിച്ച വസ്ത്രമാണ് ഈ വസ്ത്രം. ഈ വേശ്യകളുടെയും സ്വർഗാനുരാഗികളുടെയും വസ്ത്രം നിന്റെ ഫാഷനായി മാറി. ആദ്യമായിട്ട് അടിവസ്ത്രം മേപ്പോട്ടും വസ്ത്ര കീപ്പോട്ടുമാക്കിയത് ലണ്ടനിലെ ജയിലുകളിൽ, പാശ്ചാത്യന്റെ ജയിലിൽ താമസിച്ച അവിടുത്തെ സ്വർഗാനുരാഗികൾ, നിങ്ങൾ സ്വർഗരതിയുടെ താല്പര്യമുള്ളവരാണ് എന്ന് പറഞ്ഞ ആ സിംബോളിക്കാണ് ഇന്ന് നമ്മുടെ മക്കൾ. പിന്നെ നിങ്ങളുടെ മക്കൾ ഇത് ഇടണം വേണം നിങ്ങൾ തീരുമാനിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരു വാത് പറയാൻ വന്നെങ്കിൽ കാര്യങ്ങൾ പറയാനാണ്. അല്ല കബറും കഫങ്ങനെയും പറഞ്ഞിട്ട് നിങ്ങളെ കരയിപ്പിക്കാനാണെങ്കിൽ എനിക്ക് വളരെ എളുപ്പമുണ്ട്, വളരെ എളുപ്പമുണ്ട്. അത് കേട്ടിട്ട് കരയാൻ നമ്മുടെ കൽവിന് കഴിയാത്തതാണ് എങ്ങനെയായി. അതുകൊണ്ട് ചെറുപ്പക്കാരെ, നിങ്ങൾ കേൾക്കുന്നവരെങ്കിലും ഈ ആവാസത്തിന്റെ വസ്ത്രത്തിൽ മാറും. ഇതൊക്കെ ശരീരത്തിന് ഒരുമാതിരി മോഹമാണ്. ആദ്യത്തെ പോരാട്ടം ശരീരത്തിന്. അല്ലാഹു നമുക്ക് ആ ബോധം നൽകുമാറാകട്ടെ. വളരെ പ്രധാനപ്പെട്ട 3 പറഞ്ഞിട്ടല്ലേ പോകാൻ പറ്റില്ല. വിഷയം തീരില്ല. എത്ര മണിക്കാണ് മോനെ അവസാനിക്കുക? എത്ര? ഒരു മണി സുബഹിക്ക് 10-10 ആയിക്കോട്ടെ. നല്ല പരിപാടിയാണ്. ഈ ആനയുടെ പിണ്ടം കണ്ടിട്ട് ആന പിണ്ടം ഇടുമ്പോ ആളുകൾ വിചാരിക്കുക എന്താ ഇതിന്റെ വലിപ്പം, ഇത് ഇടണ പാട് ആനക്കിന്റെ അറിയാം. എന്തായാലും നിങ്ങൾക്ക് കേട്ടോണ്ടിരിക്കാൻ വലിയ ഇഷ്ടമാണ്, പക്ഷെ ഇത് ചങ്കും തമ്മിൽ പോണ വസ്തുവാണ്. ഏതായാലും ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ പോരാ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് വന്നസു തഅജുലൂന ഇസ്ലാഹി മാ ഫസദാ. ഇമാം ബുസൂരി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അന്നഫ്സു കത്തിഫിരീൻ തുമിലഹു സബ്ബാല ഹബ്ബർഗാടി ബൈന തുഫ്തിനുഹു യൻഫതിമി. ഈ ശരീരത്തെ കടിച്ചായിട്ടില്ലെങ്കിൽ പടച്ചറപ്പിന്റെ സ്വർഗം നമുക്ക് നഷ്ടപ്പെട്ടു പോകും. ആ സ്വർഗത്തിന്റെ കവാടം നമ്മുടെ മുമ്പിൽ നഷ്ടപ്പെട്ടു പോകും. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അതുകൊണ്ട് ശരീരത്തിനെതിരെ പോരാട്ടം നടത്തി കച്ചവടം നടത്തണം. അറിയുമല്ലോ ബഹുമാനപ്പെട്ട ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ റസൂൽ മദീനയിലേക്ക് ഹിജ്റ പോവുകയാ. സ്വന്തം നാടിനോടും വീടിനോടും വിട പറഞ്ഞ മദീനയിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ പോകവേ ബഹുമാനപ്പെട്ട സിനാൻ റളിയല്ലാഹു തആല ഹിജ്റ പോവാൻ തയ്യാറെടുത്ത് അല്ലാഹുവിന്റെ റസൂൽ മദീനയിലേക്ക് പോയി കഴിഞ്ഞു. മക്കയുടെ ഏറ്റവും വലിയ പരിമളം പോവുകയാണ്. പാരിജാതത്തിന്റെ പരിമളത്തെക്കാൾ സുഗന്ധം നൽകിയ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ खेती के घर घर आकर हलीमा मेरा दिल में खैरुल वरा आ गया है. ये खेती के घर घर आकर हलीमा मेरा घर में खैरुल वरा आ गया. മദീനയുടെ മറുഭാഗത്തുള്ള പട്ടിണി വീട്ടിലുണ്ട്. മക്കത്തേക്ക് ഒരു കുട്ടിക്ക് പാല് കൊടുക്കാൻ പോയപ്പോ പട്ടിണി പാപമായ ആമിനയുടെ പൊന്നുമോനിനെ മുത്തിനെ മാറിയെടുത്ത് മടിത്തട്ടിലെത്തി മദീനയിലേക്ക് തിരിച്ചു വരവേ സ്വന്തം മടിത്തട്ടിലേക്ക് പ്രിയപ്പെട്ട പൊന്നുമോനെ മലത്തിക്കിടത്തി മുലപ്പാല് കൊടുക്കുമ്പോ എത്ര വലിയൊരു സ്ഥാനമാണ് ഹലീമക്ക്. പിന്നെ ഹലീമ ചരിത്രത്തിന്റെ ഏറ്റവും വലിയ പ്രകൃതിയുടെ നായകനെ മുലയൂട്ടി വളർത്തുന്ന സഹോദരങ്ങളെ ഹലീമത്തെ സരിയാണ് മടിയിൽ കിടന്ന് മുലയൂട്ടുമ്പോ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുലകുടി പ്രായത്തിൽ പോലും ഒരേ ഒരു സ്ഥലത്ത് നിന്നല്ലാതെ പാല് കുടിച്ചിട്ടേയില്ല. ചരിത്രകാരന്മാര് രേഖപ്പെടുത്തി
രണ്ടാമത്തെ സ്ഥാനമെടുത്തിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ ചെഞ്ചുണ്ടിലേക്ക് വെച്ചു കൊടുത്താൽ, ആ പഞ്ചപുടകപ്പൂത്തേതിതൾ അതരത്തിലേക്ക് വെച്ചു കൊടുത്താൽ, ആ സ്ഥലത്ത് നിന്ന് പിന്നീട് മുലപ്പാൽ കുടിച്ചിട്ടില്ല. എന്നറിയുമോ? ഹലീമ സഅദിയ റളിയല്ലാഹു അൻഹക്ക് വേറൊരു മോൻ കൂടിയുണ്ട്. രണ്ട് സ്ഥലത്തിൽ നിന്ന് താൻ പാല് കുടിച്ചാൽ മറ്റേ കുട്ടി പട്ടിണിയാകുമല്ലോ എന്നോട്ടിട്ട് മുലപ്പാൽ കുടിക്കുന്ന സമയത്ത് പോലും തന്റെ ശരീരത്തെ തന്നെ നെഫ്സിനെ പിടിച്ചു നിർത്തി. ലോകത്തിന്റെ മുത്തേ, ആദർശത്തിന്റെ സത്തേ, ആമിനയുടെ പൊന്നുമോനെ, ഇൻഷാ അല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്. ആ പ്രവാചക പുങ്കവരുടെ പരിശുദ്ധിയുടെ പ്രബന്ധത്തിന്റെ തിരുപ്പിറവിയുടെ അപരാണങ്ങൾ പാടി പ്രകറ്റുന്ന ഒരു റബീന്റെ പൊന്നമ്പിളി തിങ്കലക്കലയിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ഏത് പറഞ്ഞിട്ടാണ് മധു പറഞ്ഞു മുടിയുമോ? സുജായി പറഞ്ഞതുപോലെ മദനമന മുടി അടകും നബിയുടെ മധുകുമുര ചെയ്തു മുടിയുമോ? മദനമന മുടി അടകും നബിയുടെ മധുകുമുര ചെയ്തു മുടിയുമോ? ഈ പ്രവാചകന്റെ പരിമളങ്ങൾ പാരിജാതത്തിന്റെ പരിമളത്തെക്കാൾ വലിയ ഈ പരിശുദ്ധിയുടെ പരിപാലനത്തെ ഞാൻ എങ്ങനെയാണ് പറഞ്ഞു അവസാനിപ്പിക്കുക? മദീനയിലേക്ക് പാരായണം ചെയ്തു പോകവേ സിനാൻ റളിയല്ലാഹു തആല തന്റെ ഒട്ടകപ്പുറത്ത് കടന്നു വന്നു മുത്തിന്റെ പുറകെ പോകാൻ മക്കാ ഖുറൈശികൾ പിടിച്ചു നിർത്തിയിട്ട് പറഞ്ഞു, സിനാനെ ഞാനുണ്ട്, മുത്തിന്റെ പുറകെ പോവുകയാണ് മദീനയിലേക്ക്. ആ സമയത്ത് സിനാനെ പിടിച്ചു നിർത്തിയിട്ട്, സിനാൻ, ഈ നിന്റെ സമ്പാദ്യം ഈ മക്കയിൽ വന്നിട്ട് നീ സമ്പാദിച്ചതാണ്, അതുകൊണ്ട് ഈ സമ്പാദ്യം മുഴുവനും മക്കയിൽ ഉപേക്ഷിച്ചിട്ട് പോയിക്കൊള്ളുക. സഹോദരങ്ങള്, ശരീരത്തിന്റെ ഏറ്റവും വലിയ മോഹം പണത്തിനോടാണത്. ഒരു പുരുഷായുസ് കൊണ്ട് താൻ സമ്പാദിച്ചത് മുഴുവനും മക്കയിൽ ഉപേക്ഷിക്കാൻ പറഞ്ഞപ്പോ സിനാൻ റളിയല്ലാഹു തആല ചിന്തിച്ചത് എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ തൃപ്തിയല്ലേ വലുത്. സമ്പാദ്യം മുഴുവനും മക്കയിലേക്ക് വലിച്ചെറിഞ്ഞു. ഒട്ടകപ്പുറത്ത് പോകാൻ ഒരുങ്ങവേ അബൂജഹൽ പിടിച്ചു നിർത്തിയിട്ട് പറഞ്ഞു, സിനാൻ, ഈ ഒട്ടകവും മക്കയുടെ സമ്പാദ്യമാണ്. മദീനയിലേക്ക് പോകുന്നുവെങ്കിൽ ഈ ഒട്ടകത്തെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകാൻ പറയവേ ഒട്ടകത്തെയും ഉപേക്ഷിച്ച് ഒരു പുരുഷായുസ് കൊണ്ട് സമ്പാദിച്ചത് മുഴുവനും മക്കയുടെ മണ്ണിൽ ഉപേക്ഷിച്ചിട്ട് ഒട്ടകത്തെയും വിട്ട് 450 കിലോമീറ്റർ കാൽനടയായി നടന്നു പോയ മഹാനായ സ്വഹാബിയാണ് സിനാൻ റളിയല്ലാഹു അൻഹു. മരുപ്പറമ്പിന്റെ മുകളിലൂടെ, ചുറ്റുപടുത്ത മണലാരണ്യത്തിന്റെ മുകളിലൂടെ തന്റെ ഒട്ടകത്തെയും ഒരു പുരുഷായുസിന്റെ സമ്പത്ത് ഉപേക്ഷിച്ചിട്ട് തന്റെ ശരീരമല്ലല്ലോ അല്ലാഹുവിന്റെ തൃപ്തിയാണ് വലുത്. നടന്ന് 450 കിലോമീറ്റർ നടന്ന് മരുപ്പറമ്പിലൂടെ കാലുവേന് മദീനയിലെത്തി സിനാൻ റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ റസൂൽ കാണുകയാണ് നടന്നു വരുന്ന സിനാനിന്, മരുപ്പറമ്പിലൂടെ നടന്നു വരുന്ന സിനാനിന്. ആ സമയത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് കവയത്തടത്തിലൂടെ കണ്ണുനീരെ തടം തന്നെയാ തുടങ്ങി സിനാൻ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേ ഓടി ചെല്ലുമ്പോൾ ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരേ ഒരു വാക്ക് ഈ സദസ്സിന്റെ അവസാനം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ശരീരത്തെ പിടിച്ചു നിർത്തണേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സിനാനെ, സിനാനെ, ഒരു പുരുഷായുസിന്റെ സംബന്ധം തന്റെ ഏകമാർഗമായ ഒട്ടകവും വലിച്ചെറിഞ്ഞ് അല്ലാഹുവിന്റെ റസൂലിന്റെ റിസാലത്തിന്റെ ഭൂമേനിയുടെ പുറകെ നടന്ന സിനാൻ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞുകൊണ്ട് കയ്യിലൊന്നും ഇല്ലാതെ വരവേ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സിനാനെ, 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 തിജാറത്തുക യാ സിനാൻ. ലോക ചരിത്രത്തിൽ ഇതേപോലെ ഒരു വാക്ക് കേട്ടിട്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സിനാനെ, തിജാറത്തുക യാ സിനാൻ, തിജാറത്തുക യാ സിനാൻ. സിനാനെ, നീ ഇന്ന് ചെയ്ത കച്ചവടം നിന്റെ ജീവിതത്തിന്റെ ഏറ്റവും ലാഭകരമായ കച്ചവടമാണ് സിനാൻ. സിനാൻ റളിയല്ലാഹു തആല നെട്ടിത്തെറിച്ചു പോയ നബിയെ, ഒരു പുരുഷായുസ് കൊണ്ട് സമ്പാദിച്ചത് മുഴുവനും മക്കയിൽ വലിച്ചെറിഞ്ഞിട്ട് വെറും കൈയോടെ വരുമ്പോ എനിക്കിന്ന് നഷ്ടമാണ് നബിയേ, നഷ്ടമാണ് നബിയേ. അഖിലത്തിന്റെ സമസ്താവേ, ഇത് ഹൃദയത്തിന്റെ കണക്ക് മുട്ടുന്നവന് മനസ്സിലാവില്ല. പിന്നെങ്ങനെ എന്റെ കച്ചവടം ലാഭമാകും നബിയേ? ആ
സമയത്താണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, സിനാനെ അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി, പടച്ചിറപ്പിന്റെ തൃപ്തിക്ക് വേണ്ടി നിന്റെ ശരീരത്തിന്റെ മോഹമായ സമ്പത്തിനെയും ഒട്ടകത്തെയും ഉപേക്ഷിച്ചിട്ട് വെറും കൈയോടെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് നീ വരാനൊരുങ്ങവേ ആകാശത്തിൽ നിന്ന് ജിബ്രീൽ വന്നു, സിനാൻ നിന്റെ പേരിലായത്തിറങ്ങി സിനാൻ വെറും കൈയുമായി മക്കയിൽ നിന്ന് വെളിയിലോട്ടിറങ്ങുമ്പോ നിന്റെ പേരിലായത്തിറങ്ങി സിനാൻ. എന്തേ നബിയേ? ആ സമയത്താണ് റസൂൽ ഓതി കേൾപ്പിച്ചത്, വമിനന്നാസി മയ്യശ്രീ നഫ്സഹു ഇബ്തിഗാ മർളാത്തില്ലാഹ് വല്ലാഹു റഊഫും ബിൽ ഇബാദ്. വമിനന്നാസി ചില മനുഷ്യരുണ്ട്, അല്ലാഹു നമ്മളെ അതിനെ പെടുത്തുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ശപിക്കപ്പെട്ട നിഷ്ക്രിയത്വത്തിന്റെ ഇരുണ്ട ദുരിതങ്ങളുടെ ചിന്താശേഷി പണയപ്പെടുത്തി അന്ധവിശ്വാസത്തിന്റെയും വികാരാധനയും പള്ളിമേടകൾ ഉറക്കം നടച്ച് ഏതെങ്കിലും പെണ്ണുപോയി ചുംബനത്തിന് വിളിച്ചാൽ അവളുടെ പകടാതരങ്ങൾ തന്റെ ചുണ്ടു ചേർത്ത് വെച്ചിട്ട് ജീവിതത്തിന്റെ രതിസുകരം പകരുന്ന ചുംബന സമരത്തിന്റെ ആധുനിക വറ്റാക്കലല്ല.